ഈ ചായക്കടകളും ബാർബർ ഷോപ്പുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. കൊച്ചിയിലെ ചായക്കടയിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു മാർക്കറ്റായി മാറിയിരിക്കുകയാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കാണാം. ഈ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് എല്ലായിടത്തും കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ചായക്കടയാണ്. ഇവിടെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത് നോക്കാം. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എറണാകുളത്ത്? തെരഞ്ഞെടുപ്പ് നല്ല വാശിയിൽ നടക്കും. സ്ഥാനാർത്ഥികളൊക്കെ രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ്. ചേട്ടൻ പോവാണോ? ഒരു 2 വാക്ക് പറഞ്ഞിട്ട്. 2 വാക്ക് പറ. സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ വോട്ടറാണ്. സ്ഥാനാർത്ഥികളും രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ്. ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഈ എങ്ങനെയാ ലോക്സഭാ തെരഞ്ഞെടുപ്പ്? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നണില്ല. ഇപ്പൊ സാധാരണ നടക്കുന്ന ഓരോ ഇലക്ഷൻ അത്രേ ഉള്ളൂ. ജയമൊക്കെ എങ്ങനെ പ്രതീക്ഷിക്കും? നമുക്കിപ്പോൾ ആര് ജയിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകും. അത് തന്നെ. ഇപ്പൊ ഈ കുറെ കാലുമാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ? ഇപ്പോഴെന്നുള്ളതല്ല, നേരത്തെ മുതൽ ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ വലിയ വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നതാണ്. ശരിയാണ്. കുറച്ച് ആളുകൾ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ ആയില്ലേ? എന്താണ് തെരഞ്ഞെടുപ്പിന്റെ? എൻ്റെ വ്യക്തിപരമായ പിന്നെ ഇലക്ഷൻ ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ്, ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ സാധനത്തിനും വില കുറയുന്നു, അരിക്ക് വില കുറയുന്നു, ഗ്യാസിന് വില കുറയുന്നു, പെട്രോളിന് വില കൂടുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും കൂടുന്നു. ഇതുകൊണ്ട് ജനത്തിന് വലിയ പ്രോഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നങ്ങൾ, കർഷകരുടെ റബ്ബറിന് വിലയില്ല, നെൽകൃഷിക്ക് വിലയില്ല. അങ്ങനെയുള്ള പ്രശ്നത്തിന് വേണ്ട ശാശ്വതമായ പരിഹാരം ഒരു ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. ഈ ചായക്കടയിലെ ചൂടുള്ള വിശേഷങ്ങളെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മറ്റാളുകളിലേക്കൊക്കെ അവർക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കുറച്ച് ആളുകളെയൊക്കെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് നല്ലതല്ലേ? അട്ടിമറി ഉണ്ടാവോ കേന്ദ്രത്തിൽ? അട്ടിമറി ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ ആലുവക്കാരനാണ്. ഈ കേന്ദ്രത്തിൽ എങ്ങനെയായിരിക്കും ചേട്ടാ? കേന്ദ്രത്തില് മാറും, ഒരു മാറ്റം ഉണ്ടാവും. BJP സർക്കാർ പോയിട്ട് പുതിയ BJP പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ചില ആളുകളൊക്കെ കാലുമാറിയിട്ടൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്? അത് കാലുമാറ്റം അതെപ്പോഴും ഉണ്ടാവും. അത് പൈസ കൊടുത്ത്, അത് ജനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈസക്ക് വേണ്ടി ഇങ്ങനെ ആർത്തിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് മാറും. ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ഓർമ്മയുണ്ട്. ഓർമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഞാൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാറ്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്. അതെ. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം വലിയ മാറ്റമുണ്ട്. നല്ല മനുഷ്യനാണ്, നല്ല മാറ്റമുണ്ട്. അതാണോ ഒരു പ്രതീക്ഷ കേന്ദ്രത്തിൽ? അതെ, രാഹുൽ ഗാന്ധി വന്ന നല്ല ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. എന്തായാലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിൽ സജീവം തന്നെയാണ്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചർച്ച കൂടുകയാണ് ചെയ്യുന്നത്. ഈ ചൂടിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.